ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന, ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തൻ എല്ലാവരും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തനം 3-ാം അധ്യായം. ദാവീദ് തൻ്റെ മകനായ അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്നും ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു! എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നീ യഹോവേ, എനിക്ക് ചുറ്റും പരിചയവും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. യഹോവേ, ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും ഉത്തരമരുളുകയും ചെയ്യുന്നു. മഹാപരിശുദ്ധനും സ്വർഗീയപിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ, അന്ധകാര ശക്തികൾ മാറട്ടെ. തകർന്ന അവസ്ഥകൾ പണിയുന്ന ദൈവത്തിൻ്റെ വചനം, ഞെരുക്കവസ്ഥകളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ വചനം, പ്രയാസത്തിൻ്റെ മതിയിൽ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ വചനം, തകർന്നിരിക്കുന്നവരെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ വചനം. കർത്താവെ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മഹാധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു! എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണോ? നീ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണോ? നിൻ്റെ ജീവിതത്തിൽ അനേക ശത്രുക്കൾ നിന്നെ തകർത്ത് കളയുവാൻ വരുമ്പോൾ, എന്നാൽ നീ ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ നിശ്ചയമായി നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്ന ഈ അനുഭവം തൻ്റെ മകനാലുണ്ടായ അനുഭവമാണ്. തൻ്റെ മകൻ്റെ പ്രവൃത്തിയാൽ ഓടിപ്പോകേണ്ട സമയം, തൻ്റെ രാജസ്ഥാനം ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം ദാവീദിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു! എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലും നമ്മളെ തകർക്കുവാൻ അനേക വൈരികൾ, പൈശാചിക മണ്ഡലങ്ങൾ പദ്ധതിയിടുമ്പോൾ നമുക്ക് ഈ ദാവീദിനെ പോലെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവഭാഗത്ത് കടന്നു വരുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ദാവീദിനെ വിടുവിച്ചവനായ ദൈവം നമ്മെ വിടുവിക്കുവാൻ അവൻ ശക്തനാണ്. അതിൻ്റെ 2-ാം വാക്യം, അവന് ദൈവത്തിൽ നിന്നും രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയും. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ വരുമ്പോൾ പലരും നമ്മെക്കുറിച്ചും പറയും, അവന് ദൈവത്തിൽ നിന്നും രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ അവനെ സഹായിക്കുവാൻ ദൈവം പോലുമില്ലെന്ന് ഒരുപക്ഷെ പലരും പറയും. എന്നാൽ നീ അത് വിശ്വസിക്കരുത്. നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ നമ്മെ സഹായിക്കുന്ന, നമ്മെ പുലർത്തുന്ന, നമ്മെ നടത്തുന്ന ഏത് പ്രതിസന്ധി വന്നാലും യേശുവേ, എന്നെ രക്ഷിക്കണമേ എന്ന് ഒരു വ്യക്തി നിലവിളിച്ചാൽ അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് ഉത്തരം നൽകുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും.
ദാവീദിൻ്റെ ജീവിതത്തിൽ തൻ്റെ മകനാലുണ്ടായ അനുഭവത്തിൽ ദാവീദ് പറയുകയാണ്, അവന് ദൈവത്തിൽ നിന്നും രക്ഷയില്ല എന്നും എന്നെക്കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയവും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ദാവീദിന് പറയുവാനുള്ളത്, അതെ, പലരും എന്നെക്കുറിച്ച് പലതും പറയും, എന്നാൽ ഞാനതൊന്നും കണ്ടു ഭയപ്പെടുന്നില്ല. എന്നെക്കുറിച്ച് പലരും പലതും പറയും, അതിനൊന്നും ഞാൻ ചെവി കൊടുക്കുന്നില്ല. എനിക്ക് പറയുവാനുള്ള ഒരു കാര്യമാണ്, അതേ, വെല്ലുവിളിയുടെ മധ്യയിൽ ഗോലിയാത്തിൻ്റെ മുന്നിൽ എനിക്ക് ജയം നൽകിയ ദൈവം, സിംഹത്തിൻ്റെയും കരടിയുടെ മുന്നിൽ എന്നെ വിടുവിച്ചവനായ ദൈവം. ദാവീദിന് അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയവും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. നമ്മുടെ തല ഉയർത്തുന്ന ദൈവമാണ്. നീ കഷ്ടതയിലാണോ, പ്രയാസത്തിലാണോ, ഞെരുക്കത്തിലാണോ, നീ ദാവീദിനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിൻ്റെ തല ദേശത്തവൻ ഉയർത്തുന്ന ദൈവമാണ്. നീ തകരുവാൻ, നീ നശിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ നിന്ദിക്കുന്നവരുടെ മധ്യേ, നിന്നെ പരിഹസിക്കുന്നവരുടെ മധ്യേ, നിനക്കെതിരെ അപവാദം പറയുന്നവരുടെ മധ്യേ, നിന്നെക്കുറിച്ച് സന്തോഷിക്കുന്നവരുടെ മധ്യേ നിന്നെ ഉയർത്തുന്ന ദൈവമുണ്ട്. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയവും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ തലയെ ഉയർത്തുന്ന ദൈവമാണ്. നീ ഞെരുക്കത്തിലും കഷ്ടതകളിലും കടന്നു പോകുമ്പോൾ, പല അനുഭവത്തിൽ നീ ഓടുമ്പോൾ, ദാവീദിനെ പോലെ തൻ്റെ മക്കളുടെ സ്വഭാവത്താൽ താൻ ഓടുന്ന അവസ്ഥയാണെങ്കിലും, അത് ഏത് ഞെരുക്കവസ്ഥയായിക്കൊള്ളട്ടെ, രോഗാവസ്ഥയായിക്കൊള്ളട്ടെ, കടഭാരമായിക്കൊള്ളട്ടെ, എന്നാൽ ഇന്ന് നിന്നോടൊരു ദൂത് പറയുവാനുള്ളത്, എൻ്റെ മഹത്വം എൻ്റെ തല ഉയർത്തുന്നവൻ ആകുന്നു. നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ താഴ്ത്തുന്ന ദൈവമല്ല, അവൻ നിന്നെ ഉയർത്തുന്നവനാകുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയവും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. നമ്മെ തല ഉയർത്തുന്നവൻ, നമ്മുടെ തല കുനിപ്പിക്കുന്നവനല്ല. നമ്മുടെ തല ഞെരുക്കത്തിൻ്റെ മധ്യയിൽ നീറുന്ന വേളകളിലും ആരോരും സഹായിക്കുവാനില്ലാതെ ഓടുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നീ ആശ്രയം വെച്ചാൽ നിശ്ചയമായി അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. അവൻ നിന്നെ ഏത് പ്രതിസന്ധി മധ്യയിലും നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. അതിൻ്റെ സങ്കീർത്തനം 7:1 പറയുന്നു, എൻ്റെ ദൈവമായ യഹോവേ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്നും നീ എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മെ വേട്ടയാടുന്ന ചില ദേശാധിക ശക്തികളുണ്ട്, പൈശാചിക മണ്ഡലങ്ങളുണ്ട്, മാനുഷിക ശക്തികളുണ്ട്. എന്നാൽ നീ ദാവീദിനെ പോലെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധി കടന്നു വരുമ്പോൾ നീ തളർന്നു പോകാതെ ദാവീദിനെ പോലെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. എൻ്റെ ദൈവമായ യഹോവേ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. അതെ, നമ്മെ രക്ഷിച്ച് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദാവീദിനെ പോലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. കർത്താവേ, നീ എന്നെ ഒന്ന് രക്ഷിച്ച് വിടുവിക്കണമേ. ഈ കടഭാരത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിടണമേ. ഈ രോഗാവസ്ഥയിൽ നിന്നും എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ. കർത്താവേ, എനിക്ക് മക്കളില്ലാത്ത അവസ്ഥയിൽ നിന്നും എനിക്ക് ഒരു സന്താനത്തെ നൽകി എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ. കർത്താവേ, ജപ്തിയാവസ്ഥയിൽ നിന്നും എന്നെ മോചനം നൽകി എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ. കർത്താവേ, എൻ്റെ ബിസിനസ് തകർച്ചയിൽ എന്നെ ആരും സഹായിക്കുവാനുള്ള എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നവരായി മാറണം. ദാവീദിൻ്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധി ഉള്ളപ്പോൾ ദാവീദിനെ പോലെ അത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയവും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും
ഉത്തരമരുളുകയും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ ദാവീദിനെ പോലെ ഉച്ചത്തിൽ നിലവിളിക്കുകയാണോ? ഉറക്ക നിലവിളിക്കുകയാണോ? മനം തകർന്ന് നിലവിളിക്കുകയാണോ? നിശ്ചയമായി നിന്നെ വിടുവിക്കുന്ന ദൈവം, നിന്നെ പുലർത്തുന്ന ദൈവം, നിന്നെ വഴി നടത്തുന്ന ദൈവം. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും ഉത്തരമരുളുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ ഭക്തൻ്റെ നിലവിളി കേട്ട് വിശുദ്ധ പർവ്വതത്തിൽ നിന്നും നമുക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം. നീ ഉച്ചത്തിൽ നിലവിളിക്കുന്നുവോ? ഹൃദയം തകർന്ന് നിലവിളിക്കുന്നുവോ? എന്നാൽ ദൈവം നിനക്ക് അവൻ ഉച്ചത്തിൽ ഉയരങ്ങളിൽ പർവ്വതങ്ങളിൽ വസിക്കുന്നവനായ ദൈവം, ഉന്നതങ്ങളിൽ വസിക്കുന്നവനായ ദൈവം, അവൻ നിനക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എൻ്റെ മുഖപ്രകാശവും രക്ഷയും എൻ്റെ ദൈവവും ആകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ദാവീദിനെ പോലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. നമ്മൾ നിലവിളിക്കുന്ന അനുഭവങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെക്കുമ്പോൾ നമ്മെ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. യഹോവേ, ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും ഉത്തരമരുളുകയും ചെയ്യുന്നു. അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും ഉത്തരമരുളുകയും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, കരയുന്ന ജീവിതമേ, അതേ, നീ ദാവീദിനെ പോലെ പല വിഷയത്തിലും അകപ്പെട്ടു. എന്നാൽ നീ ഉയരങ്ങളിലേക്ക് നോക്കി ആ ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും ഉത്തരമരുളുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും. ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം ആകാശത്തും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു. നമ്മളോട് എതിർക്കുന്നവയെ, നമ്മളെ എതിർക്കുന്ന സാഹചര്യത്തിൽ നിന്നും നമ്മെ പുലർത്തുന്ന ദൈവം, നമ്മെ വഴി നടത്തുന്ന ദൈവം, ആ ദൈവത്തിൽ നമ്മൾ പ്രത്യാശ വെക്കുന്നവരായി മാറുമ്പോൾ നിശ്ചയമായി നമ്മെ വിടിവെച്ച് ഉയർത്തുന്ന ദൈവമാണ്. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവ്, നല്ല വചനത്തിനായി നന്ദി പറയും. ഈ വചനമായി നിൽക്കുമ്പോൾ കർത്താവേ, അനേകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ, അനേകരുടെ ജീവിതത്തിൽ വിടുതലായി മാറട്ടെ. ദാവീദിനെ പോലെ ഓടി അലഞ്ഞു നടക്കുന്നവരുണ്ട്. പല പല വിഷയത്തിൽ ഭാരപ്പെട്ട് ഓടുന്ന അവസ്ഥയുണ്ട്. കർത്താവേ, നീ സകലതും അറിയുന്നു. ദാവീദിനെ പോലെ നിലവിളിക്കുന്ന അവസ്ഥകളുണ്ട്. എല്ലാ നിലവിളിയുടെ അവസ്ഥകളിൽ നിന്നും വിടുവിക്കുന്നവനായ, പരിപാലിക്കുന്നതായ സ്വർഗീയത്തിൻ്റെ സാന്നിധ്യം എല്ലാ വിഷയത്തിൻ്റെ മേൽ, കർത്താവെ, ഭാരപ്പെടുന്ന അനേക വിഷയങ്ങളുടെ മേൽ അവിടുത്തെ വചനമയച്ച് വിടിവിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. റീബൽ ശന്തം ഋഗനം ഷൗഡം ദിനാന ഹസ്തിയ. കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന സഹോദരിമാരുണ്ട്, മാതാപിതാക്കളുണ്ട്. അവരുടെ എല്ലാ നിലവിളികളും സ്വർഗം അറിയുന്നു. അതിൻ്റെ മേൽ, ആ വിഷയങ്ങളുടെ മേൽ കർത്താവെ, നീ വാതിലുകളെ തുറന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. നിരാശകൾ, പ്രയാസങ്ങൾ, ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ഓടിപ്പോകേണ്ട അവസ്ഥകൾ, അതിൻ്റെ മേൽ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ എല്ലാം നസ്രേനായ യേശുവിൻ നാമത്തിൽ മാറട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു. റൗഷം ഹൽത്തം റീമൽ ഹസ്തം ദുനൽ ഹഷം ധീന ഹസ്തിയ. കുടുംബ മണ്ഡലത്തിനെതിരെ വെല്ലുവിളിക്കുന്ന ദേശാധിക വാഴ്ചയുടെ അധികാരശക്തികൾ മാറട്ടെ. കർത്താവ് കേട്ട വചനങ്ങൾ ഓരോ വ്യക്തി ജീവിതങ്ങളിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാനിടവരട്ടെ. തൻ്റെ ജീവിതത്തിൽ വന്ന അനുഭവം കൊണ്ട് ദാവീദ് രചിച്ചതാണ്. അത് കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നിശ്ചയമായി ഒരു വിടുതൽ കർത്താവിന് നൽകിയതിനായി അതിൻ്റെ മേൽ നിലവിളിക്കുന്ന അവസ്ഥയിൽ നിന്നും കർത്താവ് പൂർണ്ണമായ വിടുതലും
സൗഖ്യവും അവിടുന്ന് പകർന്ന് ജനത്തെ വിടിവിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചന മുഖാന്തരം യേശു കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ.